രമേശ് ചെന്നിത്തല വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിൻ്റെ സ്വന്തതയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSൻ്റെ ഒരു പുത്രനാണ്. ഞാനിതെൻ്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നെ സഹായിച്ചതും എനിക്ക് അഭയം തന്നതും NSS ആണ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മന്നം ജയന്തിയുടെ ആഘോഷവേദിയിൽ പരസ്പരം പുകഴ്ത്തിക്കൊണ്ടാണ് ജി സുകുമാരൻ നായരും രമേശ് ചെന്നിത്തലയും ഒരു പതിറ്റാണ്ട് നീണ്ട അകൽച്ചയ്ക്ക് വിരാമമിട്ടത്. NSSന്റെ പുത്രൻ എന്ന വിശേഷണത്തോട് വികാരാധീനനായാണ് ചെന്നിത്തല മറുപടി പറഞ്ഞത്. NSSുമായി ഉള്ളത് മുറിച്ചു മാറ്റാനാകാത്ത ബന്ധം എന്ന ചെന്നിത്തലയുടെ പരാമർശം അതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദവിയെക്കുറിച്ചുള്ള ചർച്ചകൾ വിവാദമാകുന്നതിനിടെ ചെന്നിത്തലയ്ക്ക് NSS നൽകിയ ഗുഡ് സർട്ടിഫിക്കറ്റ് VD സതീശൻ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് കരുത്തു പകരുന്നതുമാണ്. വെള്ളാപ്പള്ളിയുടെ പിന്തുണയും സമസ്ത വേദിയിലേക്കുള്ള ക്ഷണവും NSSുമായുള്ള കൂടിച്ചേരലുമെല്ലാം സമുദായ നേതാക്കളുടെ ചോയ്സ് ചെന്നിത്തല എന്ന സന്ദേശം നൽകുന്നുണ്ടോ? ചെന്നിത്തല NSSന്റെ പുത്രനാകുമ്പോൾ കോൺഗ്രസിൽ അത് പുതിയ സമവാക്യങ്ങൾക്ക് രൂപം നൽകുമോ? ന്യൂസ് ഈവനിംഗ് തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വൈകുന്നേരം ഈ വിഷയം ചർച്ച ചെയ്യാൻ രണ്ട് അതിഥികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. CPIM പ്രതിനിധി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ ആനന്ദ് കൊച്ചുകുടി. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇന്ന് 10 വർഷങ്ങൾക്ക് ശേഷം, അതായത് താക്കോൽ പദവി എന്ന പ്രയോഗവും അതിനെ തുടർന്ന് നായർ ബ്രാൻഡാക്കാൻ ശ്രമം വേണ്ട എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണവും അതിനെ തുടർന്നുണ്ടായ അകൽച്ചയും ഒക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് NSSന്റെ വേദിയിൽ മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല എത്തുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തല വളരെ വികാരാധീനനായിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇപ്പോൾ സുകുമാരൻ നായരുടെ പ്രസംഗത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്: നിർണായകമായ സന്ദർഭങ്ങളിൽ, ജീവിതത്തിലെ ഏറ്റവും സന്നിഗ്ധമായ ഘട്ടങ്ങളിൽ അഭയകേന്ദ്രമായി മാറിയിട്ടുണ്ട് തനിക്ക് NSS എന്ന്. അങ്ങനെ ഒരു നിർണായകമായ ഒരു രാഷ്ട്രീയ സന്ദിഗ്ധ ഘട്ടത്തിലാണോ രമേശ് ചെന്നിത്തല ഇപ്പോഴുള്ളത്? അതിൻ്റെ ഒരു അഭയസ്ഥാനമായി NSS മാറി എന്നത് അദ്ദേഹം ഒരു പ്രതീകാത്മകമായി അദ്ദേഹം അത് സൂചിപ്പിക്കുകയായിരുന്നു. കോൺഗ്രസിനകത്തുള്ള മുഖ്യമന്ത്രി കസേരയെ, പദവിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉടലെടുക്കുമ്പോൾ NSSന്റെ പിന്തുണ അദ്ദേഹം തേടുകയായിരുന്നു. ഇതിലൂടെ അത് ഉറപ്പ് നൽകുകയായിരുന്നു ഇന്ന് NSS വേദിയിൽ സംഭവിച്ചത്. ഗോപികൃഷ്ണൻ, ഈ രമേശ് ചെന്നിത്തലയുടെ NSSും തമ്മിൽ രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ആ പിണക്കത്തിന് കൃത്യമായി പറഞ്ഞാൽ 11 വർഷത്തെ ഒരു ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഇന്ന് അവിടെ നടത്തിയ പ്രസംഗത്തിൽ ഒരു കാര്യം വ്യക്തമാണ്: അദ്ദേഹവും ദീർഘകാലമായി ഇങ്ങനെ ഈ വേദിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചിരുന്നു. സുകുമാരൻ നായർക്കും കുറേ കാലത്തിന് ഇടയ്ക്ക് അദ്ദേഹത്തോടൊക്കെയുള്ള ഈ പിണക്കം ഒന്ന് മാറ്റാൻ സുകുമാരൻ നായർക്കും താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ഈ ഈഗോ വിഷയങ്ങളായിരിക്കുമല്ലോ, ഈഗോ ആരാണ് ഇതിൽ ഒരു മുൻകൈ എടുക്കുക എന്നൊക്കെയുള്ള രീതിയിലുള്ള വിഷയങ്ങളായിരിക്കുമല്ലോ. പിന്നീട് നമുക്കറിയാം രമേശ് ചെന്നിത്തലയും സുകുമാരൻ നായരുമായിട്ടുള്ള ബന്ധം വളരെ വഷളായിരുന്നു. ഇത് പൊതുജനത്തിന് ചിലപ്പോൾ പലർക്കും അറിയില്ല. അദ്ദേഹത്തെ നായർ ബ്രാൻഡ് ആക്കിയതിന് ശേഷം പലരും അദ്ദേഹത്തെ ആ ഒരു രീതിയിൽ ഇപ്പോഴും രമേശ് ചെന്നിത്തലയും NSSന്റെ പുത്രൻ, മാനസപുത്രൻ എന്ന രീതിയിലാണ് കുറേ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ കരുതുന്നത്. പക്ഷേ അവർ തമ്മിൽ ഒരു എന്താ പറയുന്ന ഒരു ടോക്കിംഗ് ടേംസിൽ പോലും ഒരു കാലത്തായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഈ ബൈബിളിലൊക്കെ ഉള്ള ഒരു കഥയുണ്ട്, ഈ മുടിയനായ പുത്രൻ, ദി റിട്ടേൺ ഓഫ് ദി പ്രോഡിഗൽ സൺ എന്ന് പറയുന്ന ആ ഒരു കഥയോടാണ് എനിക്ക് ഇന്ന് ഓർമ്മ വരുന്നത്. അത് ഇന്ന് രമേശ് ചെന്നിത്തല അവിടെ ചെല്ലുമ്പോൾ കിട്ടിയ സ്വീകരണം, ഈ മുടിയനായ പുത്രനിൽ ഇങ്ങനെ ഈ വഴിവഴിച്ചു പോയ ഒരു സന്തതി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വലിയ ഒരു സ്വീകരണം, കൊഴുത്ത കാളക്കുട്ടിയെ അറുത്ത് സദ്യ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സ്വീകരണമാണ് അവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയത്. നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ, അതായത് ഇവിടെ കോൺഗ്രസിൽ പുര നിറഞ്ഞു നിൽക്കുന്ന
4-5 നായന്മാരുണ്ട്. ഇവരിൽ ഏത് നായർക്കാണ് അടുത്ത തവണ മുഖ്യമന്ത്രി കസേര കിട്ടാൻ സാധ്യത, അല്ലെങ്കിൽ ആര് മുന്നിലെത്തും? അതിൽ തന്നെ പ്രത്യേകിച്ചും ഇവിടെ കേരളത്തിലാണെങ്കിൽ അത് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നുള്ള രീതിയിൽ ഇപ്പോൾ 2 ധ്രുവങ്ങളിലായിട്ട് കുറേ ഈ അടുത്ത കാലത്തെങ്കിലും, പ്രത്യേകിച്ച് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം വി ഡി സതീശൻ ശക്തനായതിന് ശേഷം ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യം ഇതിൻ്റെ അകത്ത് ഉണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഇന്ന് പറഞ്ഞല്ലോ, സന്നിഗ്ധ ഘട്ടങ്ങളിലെല്ലാം NSS അദ്ദേഹത്തിന് ഒരു വഴിത്തിരിവായിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഭയം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം 49 വയസ്സിലാണ് ഇവിടെ KPCC അധ്യക്ഷനായിട്ട് 2005 വരുന്നത്, 49 വയസ്സ്. അപ്പോൾ അന്ന് അദ്ദേഹം വരുമ്പോൾ ഇവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്. 1 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. 2006 അന്ന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്നു. വീണ്ടും 2011 UDF അധികാരം കിട്ടുമ്പോൾ ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയാകുന്നത്. വീണ്ടും അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടേണ്ടിയിരുന്നത് 2021 അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്നതാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വളരെ മോശമായിട്ടുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ UDF കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു അംഗത്തിന് ബാല്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സോളമായി. ഇനി അദ്ദേഹത്തിന് ഈ അടുത്ത 1 വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ, അദ്ദേഹത്തിൻ്റെ ചിരകാല അഭിലാഷം നിറവേറ്റാൻ ഒരു സാഹചര്യം ഉണ്ടാകുമില്ല, അത് നടക്കില്ല. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു ക്ലെയിം ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വി ഡി സതീശൻ ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട് കോൺഗ്രസിൻ്റെ ഒരു മുൻനിരയിലുണ്ട്, അല്ലെങ്കിൽ KPCC അധ്യക്ഷൻ ആണെങ്കിൽ അദ്ദേഹത്തിനൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ക്ലെയിം ഒന്നുമില്ല. അപ്പോൾ വി ഡി സതീശൻ എന്ന ഏകനാമം, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ദില്ലിയിലിരിക്കുന്ന KC വേണുഗോപാൽ എന്നുള്ള ആൾക്കാർക്കപ്പുറം ഇവിടെ രമേശ് ചെന്നിത്തല ഇപ്പോഴും ഒരു കണ്ടൻഡറാണ്, ഇപ്പോഴും ഈ പദവിക്ക് ഒരു ക്ലെയിമൻ്റാണ്, അദ്ദേഹം ഇതിന് അർഹനാണ് എന്ന് സ്ഥാപിക്കുക രമേശ് ചെന്നിത്തലയ്ക്കും അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ഗ്രൂപ്പ് നേതാക്കൾക്കും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിനകത്തും പുറത്തുമുള്ള കുറേ ആൾക്കാർക്കൊക്കെ രമേശ് ചെന്നിത്തല ഇപ്പോഴും ആ നേതൃസ്ഥാനത്ത് കാണാൻ താല്പര്യമുണ്ട്. പലർക്കും വി ഡി സതീശനോടുള്ള അമർഷത്തിൻ്റെ ഫലം കൂടിയാണ് അങ്ങനെ. ഇപ്പോൾ CPM ഉൾപ്പെടെ വി ഡി സതീശനെ ഒന്ന് ദുർബലനാക്കാൻ താല്പര്യമുണ്ട്. കാരണം CPM അറിയാം രമേശ് ചെന്നിത്തലയെ നേരിടാനാണ് വി ഡി സതീശനെ നേരിടുന്നതിനേക്കാൾ എളുപ്പം. കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയുടെ അടവുകളെല്ലാം വളരെ എളുപ്പത്തിൽ പൊളിക്കാൻ CPM പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല കാൽക്കുലേഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്.